അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെ ഫുൾ കോഴിയെ പിടിച്ചോണ്ടിരിക്കുന്നത്? വേറൊന്നുമല്ല, രാവിലെ തന്നെ വാപ്പി ഒരു ഫുൾ കോഴിയെ കൊണ്ടുവന്നു. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു, ഇന്ന് എന്തായാലും എന്റെ വക ഒരു സ്പെഷ്യൽ ഫുൾ കോഴി ചിക്കൻ കറി തയ്യാറാക്കി എടുത്താലോ. അപ്പൊ എന്തായാലും ഇന്ന് ഞാനാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കോഴി മുഴുവനായിട്ടുള്ള നമ്മുടെ കോഴിയെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് വരയിടലാണ്. ഇന്നത്തെ എന്റെ പരിപാടിയാണ്. ഇന്ന് ഫുൾ ഐറ്റംസ് ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വരയിട്ടിട്ട് എടുക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ഉരുളി അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളെ കരയിപ്പിക്കുന്ന നമ്മുടെ സവാള കുട്ടന്മാരെ നമ്മൾ കിരികിരാന്നരിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് ജാറെടുത്തു. അതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി, അതുപോലെ തന്നെ 10-20 വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചെറുതായിട്ടായിരുന്നു നമ്മുടെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ച് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പത്തേക്ക് നമ്മുടെ ഉള്ളിക്കുട്ടന്മാരൊന്ന് വഴഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഒരു 8 പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ തല മാത്രം കണ്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറണ്ടേ, ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി പൊടിയും കൂടി ചേർത്ത് പച്ചമണങ്ങളൊക്കെ മാറുന്ന രീതിയിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് മാത്രം വെള്ളം മതി. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇന്ന് ഫുൾ എന്റെ സ്പെഷ്യലാണ്, എന്താണെന്ന് അറിയില്ല. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുഴുവൻ ഫുൾ കോഴി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മാത്രമല്ല അതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണ്ടേ, ഗ്രേവിയിൽ കുളിപ്പിച്ചെടുക്കണ്ടേ. അപ്പൊ നമ്മൾ ആ വരയിട്ടിരിക്കുന്നിടത്തെല്ലാം നമുക്ക് ആ ഗ്രേവി ഒന്ന് കോരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പൊ ഒരു ഭാഗം ഒന്ന് സെറ്റായി വന്നു. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു ഭാഗം മാത്രം എന്താ പോരല്ലോ. അപ്പൊ മറിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗവും അതുപോലെ തന്നെ ആക്കിയിട്ട് എടുക്കാം. അപ്പോ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ കറിയാണ്. വാപ്പിക്കും ഉമ്മിക്കും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോ എന്തായാലും കൂട്ടുകാരും മറക്കാതെ ട്രൈ ചെയ്യുക. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ക്ഷമയുള്ളവർ മാത്രം നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മണം അടിച്ച് നമുക്ക് ഉടനെടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് കുറച്ച് ഗ്രേവിയും കൂടി നമുക്ക് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. ആ ശബ്ദം ഇവിടെ കേൾക്കണം. എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മൾ കുറച്ചും കൂടി നേരം നമുക്ക് ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെച്ചു. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കിടിലം മണം വരും. കൂട്ടുകാരെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫുഡ് ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫിനിഷിംഗ് ടച്ച് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്നും കൂടി ആ ഒരു ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫുൾ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് അങ്ങോട്ട് വെക്കാം. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മറക്കാതെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന്റെ വിരാമമായി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി ടേസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്യുന്നില്ല, എന്റെ അനിയത്തിയും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കുവാണ്. അപ്പോ എങ്ങനെയാണ് ഞാൻ പറയാം, കഴിച്ചു നോക്കിയപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചോണ്ട് പറയുമല്ല, സെറ്റ് ആയിരുന്നു. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.